നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് സ്ത്രീകളുടെ ഇടയിൽ പിന്തുണ വർദ്ധിക്കുകയാണ്. സ്ത്രീകളുടെ ഇടയിൽ നിന്ന് മാത്രമല്ല, മൊത്ത സമൂഹത്തിൻ്റെ ഇടയിൽ പിന്തുണ വർദ്ധിക്കുകയാണ്. ശരിക്കും ഇത് സഖാക്കളെ നെട്ടിച്ചിരുന്നു. പിണറായി വിജയനെ, പോലീസിനെ, അതായത് യാതൊരു ലക്കും ലഗാനും ഇല്ലാത്ത കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത്. ഇത്രയേ പരാതികൾ ഇവിടെ ഈ രാജ്യത്തുണ്ട്. ആ പരാതികൾക്കൊന്നും നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാതെ ഇപ്പോൾ നമ്മുടെ സിനിമാ നടി അതിജീവിത ഒരു സംസ്ഥാനത്തിന്റെ ഭരണകൂടം മുഴുവൻ അല്ലേ കൈയാളുകാര പിണറായി വിജയൻ സഖാവ മുഖ്യമന്ത്രി, ആഭ്യന്തരം, വിജിലൻസ്, ക്രൈംബ്രാഞ്ച് എല്ലാം, പ്രോസിക്യൂട്ടർ, വക്കീലന്മാരൊക്കെ എല്ലാം കൈയാളുന്ന മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി ആ സിനിമാ നടി അതിജീവിതക്കൊപ്പം സർക്കാർ ഒറ്റക്കെട്ടായി നിന്നിട്ട് ദിലീപ് രക്ഷപ്പെട്ടുപോയി. ആ നടിൻ്റെ വക്കീലക്കാട് വന്നാണ് ഉറങ്ങാന്നുള്ളതൊക്കെ കോടതി വരെ പരാമർശിച്ചു കഴിഞ്ഞ്. അപ്പോൾ ദിലീപ് നിരപരാധിയാണെന്ന് പറഞ്ഞ് ദിലീപ് രക്ഷപ്പെട്ടുപോയി. പരാജയപ്പെട്ടതാരാ? ഈ അതിജീവിതയാണോ? അല്ല, അതിജീവിതക്ക് വേണ്ടിയിട്ട് ആ കേസ് നടത്തിയ സർക്കാരാണ് പരാജയപ്പെട്ടത് അല്ലേ? ഈ സർക്കാർ പരാജയപ്പെടുമോ? ഞാൻ എൻ്റെ ബലമായ സംശയം പറയട്ടെ. ഈ അതിജീവിതൻ്റെ ഒപ്പം അതാ നടി മനസ്സിലാക്കിയാൽ നടിക്കണമെന്ന് ഈ അതിജീവിതൻ്റെ ഒപ്പമാണ് സർക്കാർ എന്നുള്ള പ്രചരണം അയച്ചുവിട്ട് ദിലീപിനെ സഹായിച്ചു എന്ന് വേണം കരുതാൻ. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവരൊരുക്കി കൊടുത്തു. വളരെ തന്ത്രപരമായിട്ട് ഒരുക്കി കൊടുത്തു എന്ന് തന്നെ പറയാം. കാരണം ദിലീപിനൊന്നും വരെ ശിക്ഷിക്കൂല. അങ്ങനെയാണെങ്കിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മുഴുവൻ പുറത്തുവിടണ്ടേ? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മുഴുവൻ പുറത്തുവിടട്ടെ. എന്താ വിടാത്ത? ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ആളുകളെ പേരിലൊക്കെ നടപടി എടുക്കട്ടെ. പ്രതികളുടെ പേരിലൊക്കെ എന്താ എടുക്കാത്ത? ഒന്നുമില്ല. ഒരുപാട് പ്രതികളുണ്ട്, ഒരുപാട് പ്രഗത്ഭരായ നടന്മാരോ ഒക്കെ ഉണ്ടാവും ഇതിൽ. എന്താ എടുക്കാത്ത? അതൊക്കെ ഇപ്പോൾ ഓരോന്നും ഇങ്ങനെ വരുന്നുണ്ട്. ഓരോ സിനിമാ നടികളും സിനിമാ നടന്മാരും മുഖ്യമന്ത്രി നല്ല മുഖ്യമന്ത്രിയാണ്, നല്ല ഭരണമാണ്, ഈ ഭരണം ഇനിയും വരണം, ഇതോടൊക്കെ തന്നെയാണ് ആ സിനിമാ മേഖലയെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത്. ഇത് നാളെ വോട്ടായി മാറും എന്ന പോലെ പ്രതീക്ഷട്ടോ. വേറെ കാര്യം, തകർന്നടി പോലെ 2026 തെരഞ്ഞെടുപ്പിൽ ഒരു തകർന്നടി. കാരണം അത്രമാത്രം ജനങ്ങൾക്ക് വെറുത്ത് കഴിഞ്ഞു. ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടം പക്ഷെ തെറ്റുകാരനായിരിക്കാം, പക്ഷെ ഒരു പ്രതിക്ക് കൊടുക്കുന്ന ഒരു ആനുകൂല്യം ആ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കട്ടെ. പ്രതി എന്ന് നിങ്ങൾ ആരോപിക്കുന്ന ആ രാഹുൽ മാങ്കൂട്ടത്തിന് ആ കൊടുക്കേണ്ട ആനുകൂല്യം കൊടുക്കണ്ടേ? മറ്റുള്ളവർക്ക് കൊടുത്ത ആനുകൂല്യങ്ങൾ കൊടുക്കണ്ടേ? അത് കൊടുക്കാതെ തന്ത്രപരമായിട്ടുള്ള നീക്കം UDF ഒതുക്കാനും രാഹുലിനെ ഒതുക്കാനും തുടർബന്ധത്തിൽ വരാനും ഇപ്പോൾ സ്ത്രീകളെ വീഡിയോസ് ശബ്ദരേഖയൊക്കെ വന്നിട്ടുണ്ട്, ഫോൺ കോളുകൾ, ഒരുപറ്റ സ്ത്രീകൾ. നമുക്ക് അതിലേക്കൊന്ന് പോയാൽ എന്താ അവർ പറയണമെന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാമല്ലോ. ഒന്നാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞാല് രാഹുലിന്റെ ഇപ്പോൾ ഈ പെണ്ണ് കേസിൽ കോൺഗ്രസിൽ നിന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന 2 വ്യക്തികളുണ്ട്. അതായത് ഞാൻ ഈ കംപ്ലീറ്റ് ന്യൂസും പൊളിറ്റിക്കലൊക്കെ ഇച്ചിരി ആഗ്രഹമുള്ള കൂട്ടത്തിലായിട്ടൊക്കെ ശ്രദ്ധിക്കും. ഈ കിങ്ങിണിക്കുട്ടൻ, അതായത് കരുണാകരന്റെ മോനും ഈ രാജ്മോഹൻ ഉണ്ണിത്താനും ഇവന്മാരൊക്കെ പരസ്യമായിട്ട് ഉടനടി ഇല്ലാതെ പിടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ഇവന്മാർ രാഹുലിനെ തള്ളി പറയുന്നത് കേൾക്കുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ഇവന്മാരൊക്കെ പരസ്യമായിട്ട് ഉടനടി ഇല്ലാതെ പിടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ഇവന്മാർ രാഹുലിനെ തള്ളി പറയുന്നത് കേൾക്കുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. കാരണം ഈ ഉണ്ണിത്താനെ ഉടനടി ഇല്ലാതെയല്ലേ നാട്ടുകാരെ പിടിച്ചു കൊടുത്തത്. എന്നിട്ട് അവന്റെ ഒരു ശീലാവധി ചമയക്കം, പിന്നെ കരുണാകരന്റെ മോൻ, ഈ കരുണാകരന്റെ മോനെ ഇവന്മാരൊക്കെ എവിടെ കോൺഗ്രസിന് വേണ്ടി എന്ത് ചെയ്ത ആൾക്കാരാണ്? ഈ മുരളീധരൻ എത്ര വിക്കറ്റിന് പോയിരിക്കുന്നു, എത്ര ഇതിന് പോയിരിക്കുന്നു, ഒന്നിനും പോയിട്ടില്ല. ഇവന്മാരൊക്കെ അതായത് മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ട് വന്ന കിങ്ങിണിക്കുട്ടനും, പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ പിന്നെ നല്ല പ്രാസംഗികനൊക്കെ ആയിരുന്നു, അത് കേട്ടിട്ടുണ്ട്. ബട്ട് ഈ പ്രശ്നത്തിൽ അവന്റെ ഒരു അഭിപ്രായം കേട്ടപ്പോൾ വല്ലാത്ത സങ്കടവും കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. പിന്നെ VD സതീശന് അവനെതിരെയും ഒരു പെണ്ണ് ഒരുത്തി വന്നായിരുന്നല്ലോ, ഒന്ന് സാർ കാണിക്കുകയും ചെയ്തായിരുന്നു. ഒരുത്തി ഇവൻ എന്തോ ചെയ്തെന്നൊക്കെ പറഞ്ഞു സാർ കാണിക്കുകയും ചെയ്തായിരുന്നു. ഇവൻ ഇപ്പം 10 വർഷം കൊണ്ട് ഇവൻ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന നേതാവായതുകൊണ്ട് ഇവൻ ഇനി കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നൊന്നുമില്ല. അവന് പ്രതിപക്ഷ സ്ഥാനത്തിരുന്നാലും മുഖ്യമന്ത്രിയുടെ എല്ലാ പ്രിവിലേജോടും കൂടി ഇരിക്കാൻ പറ്റും. അപ്പൊ ഈ കോൺഗ്രസിനെ ഇന്നത്തെ അവസ്ഥയിലാക്കിയത് ഇവന്മാരൊക്കെ തന്നെയാണ്. അപ്പൊ എനിക്ക് ഒരു 31 വയസ്സുള്ള ഒരു മകനുണ്ട്. ഞാൻ അതേപോലെയാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ സാർ പറയുന്ന പോലെ മാങ്കൂട്ടത്തിനെ കണ്ടിട്ട് പോലെ ഇതുവരെ. പക്ഷേങ്കിൽ അവനൊരു ചെറുപ്പക്കാരനല്ലേ, അവനോട് ഇതേപോലെ പെണ്ണുങ്ങൾ പോയിട്ട് പിന്നെ ശൃംഗരിക്കാനും മെസ്സേജ് അയക്കാനും ഒക്കെ പോയി ഏത് അമ്പിള്ളാരാണ് മറുപടി കൊടുക്കാത്തത്? അവന്റെ പ്രായത്തിൽ അത് തെറ്റെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് തെറ്റെന്ന് പറയുന്നില്ല. പക്ഷെ ഈ ചെറുക്കനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഈ പണ്ടാര കിളവന്മാരിരുന്നുകൊണ്ട് കോൺഗ്രസിനെ നശിപ്പിക്കുകയാണ്. അതാണോ? അപ്പൊ എനിക്ക് നമ്മളെ സാറിനെ വിളിക്കുന്ന പലരും പറയുന്നത് കേട്ടു കോൺഗ്രസിനോട് വെറുപ്പാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. അതുകൊണ്ട് എന്റെ അഭിപ്രായം അനുസരിച്ച് കോൺഗ്രസിനെ അല്ല സാറേ വെറുക്കേണ്ടത്, കോൺഗ്രസിനെ. കാരണം നമ്മുടെ ഇന്ത്യയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇനി കോൺഗ്രസിലെ കാണുന്നുള്ളൂ. നമ്മളെ പോലെ നേരെ ചിന്തിക്കുന്നവർ, മറ്റുള്ളവരെ കാര്യം നമുക്കറിയില്ല. പക്ഷെ കോൺഗ്രസ് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ കുറെ കടൽക്കിഴവന്മാരെ തോപ്പിക്കാൻ വേണ്ടിയത്. അപ്പൊ അത് സാർ ഇതിനെ കുറിച്ചുള്ള ഇതൊക്കെ സെഗ്മെന്റ് ചെയ്യുമ്പോൾ ഒന്ന് പറയേണ്ടത് കോൺഗ്രസിനെ അല്ല നമ്മൾ തോപ്പിക്കേണ്ടത്. അതായത് KK, ഈ ഉണ്ണിത്താൻ, ഈ കിങ്ങിണിക്കുട്ടൻ, ഇവന്മാരെ പോലെ, അതുപോലെ രമേശ് ചെന്നിത്തല, ഇതുപോലെ കോൺഗ്രസിനെ നശിപ്പിക്കുന്ന കുറെ ആൾക്കാർ എവിടെയെങ്കിലും നിൽക്കാൻ അവരെ തൂതുവാരി കളഞ്ഞിട്ട് ഈ യുവതലമുറയെ കൊണ്ടുവന്നാലേ നമ്മുടെ കോൺഗ്രസിന് രക്ഷപ്പെടുത്തുള്ളൂ, ഇന്ത്യ രക്ഷപ്പെടുത്തുള്ളൂ.
അല്ല നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല. ഈ ആകെപ്പാടെ നമുക്കൊക്കെ പ്രതീക്ഷയുള്ളത് കോൺഗ്രസിലാണ്. പക്ഷെ ഇവമാര് കോൺഗ്രസിനെ നശിപ്പിക്കും. ഈ കേക്കച്ചൻ എന്ന് പറഞ്ഞവൻ എനിക്ക് ഡേറ്റോ സംഭവങ്ങളോ ഒന്നും പറയാൻ പറ്റുന്നില്ല. കുറെ നാൾ മുമ്പ്, കുറെ മാസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, ഇയാൾ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഒരിടത്തുനിന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജയിലിൽ നിന്ന് അങ്ങാണ്ടോ എന്തോ ഒരു ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ കാല് വയ്യാത്ത നിലത്ത് കിടന്ന് ഇടയുന്ന ഒരു സ്ത്രീ ഇയാൾക്കൊരു അപേക്ഷ കണ്ടോ കൊടുക്കാൻ ഒരു പേപ്പർ പൊക്കിയപ്പോൾ ഇവൻ ചോദിക്കുക ഇവരെ ആരാ ഇങ്ങോട്ട് കടത്തി വിട്ടതെന്ന്. എനിക്കാരെങ്കിലും ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. കാരണം അവരെ ഭർത്താവ് ഞങ്ങൾക്കങ്ങാണ്ട് ഉണ്ട്. അപ്പോൾ അയാളെ ഒന്ന് കാണാനോ ഇറക്കാനോ വേണ്ടിയിട്ട് ഈ സ്ത്രീ ഒരു പേപ്പർ നീട്ടിയത്. അപ്പോൾ ഇവന്റെ അപ്പുറം ഇപ്പുറം ഓരോരുത്തരുണ്ട്. അപ്പോൾ ഇവൻ ചോദിക്കുകയാണ് ഇവരാരാ ഇങ്ങോട്ട് കടത്തി വിട്ടതെന്ന്. അന്ന് എനിക്ക് ഇവനെ വെറുത്തതാണ്. ഇവനൊക്കെ കൂടുതൽ അറിയാൻ തുടങ്ങിയത് ഇപ്പോഴാണെങ്കിൽ അന്ന് ഞാൻ ഇവൻ ഇങ്ങനെയുള്ളവനാണെങ്കിൽ ഇവൻ നാളെ അധികാരത്തിൽ വരുവാണെങ്കിൽ ഇവനോട് ആരെങ്കിലും എന്തെങ്കിലും കാര്യം സഹായിച്ചു കൊടുക്കുവോ? ഒന്ന്. രണ്ടാമത് പിന്നെ ഈ ഇന്നേ വരെ സാറേ എനിക്ക് 55 വയസ്സുണ്ട്. ഇന്നേ വരെ ഒരു MLA യും വാർഡ് ഇലക്ഷനില് വീടുകൾ തോറും കയറി ഇറങ്ങി വോട്ട് ചോദിക്കുന്ന ഒരു സംഘം ഞാൻ കണ്ടിട്ടില്ല. പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഇവൻ പോസ്റ്റർ ഒട്ടിക്കാൻ പോയി. അതുപോലെ തന്നെ ഒരു വരണാധികാരി ഇത് പത്രിക സ്വീകരിക്കാതെ ഇരുന്നപ്പോൾ അന്നേരം ഫൈറ്റ് ചെയ്തു. അതായത് നിയമങ്ങൾ പറഞ്ഞ് അവരെ കൂടെ മേടിപ്പിച്ചു. ഏതെങ്കിലും ഒരു MLA ഈ കേക്കച്ചന്റെ മണ്ഡലത്തിൽ തന്നെ അവിടുത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നവരുടെ പത്രിക പോലും തള്ളിപ്പോയി. അതായത് മണ്ടത്തരം, ഒരു ഫോം പോലും പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യാത്തതിനെ തുടർന്ന് അതുപോലെ മണ്ടത്തരം കാണിച്ച് അവസരം ഉണ്ടാക്കി. ആ സാഹചര്യത്തിലാണ് രാഹുൽ ഇവരെ ഇതുപോലെ ശോഭക്കേട് ചെയ്ത് നാണം കെടുത്തി നിൽക്കുന്ന ആ സന്ദർഭത്തിൽ പോലും ഇവൻ അതുപോലെ ആത്മാർത്ഥമായിട്ട് ഇവിടെ പ്രവർത്തിച്ചു. അതുപോലെ ആത്മാർത്ഥമായിട്ട് കോൺഗ്രസിനെ നമ്മുടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കേരളം ഒട്ടുക്കും വിജയിപ്പിക്കണം ആത്മാർത്ഥതയോട് കൂടിയാണ് പയ്യൻ നിന്ന് ജോലി ചെയ്യുന്നത്. പക്ഷെ അതിന് അതായത് ഇവന്മാരെന്തോ ഒരു സംഭവമാണ്. ഇന്ന് പത്രത്തിൽ ഞാൻ വായിച്ചു കേക്കച്ചൻ പറഞ്ഞതായിട്ട് കേരളം മൊത്തം ഇളകി വന്നാൽ എന്റെ അഭിപ്രായം കേരളമല്ല ഇവന്റെ തന്തയുടെ മുതലാണോ? കേരളം മൊത്തം ഇവന് കൊടുത്തിട്ടുണ്ടോ? അറബിക്കടൽ ഇരമ്പി വന്നാലും അറബിക്കടൽ ഇരുമ്പ. പക്ഷെ ഇവന്റെ വിചാരം ഇവൻ ആരെന്നാണ് ഇവന്റെ. അതേപോലെ വേറൊരു യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഒരു പരിപാടി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇവൻ വന്ന് പറയുന്ന ഒരു TV ന്യൂസ് കാണിച്ചപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴോ എന്നൊക്കെ സാറിന് ഇതിനെക്കുറിച്ച് ഒരുപക്ഷെ അറിയായിരിക്കും. കാരണം ഇതുപോലെ തന്നെ ന്യൂസ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുമ്പോഴോ എന്ന് പറഞ്ഞ് ഇവൻ ആരാണെന്നാണ് ഇവന്റെ വിചാരം. ഇവൻ ആരെ ഇവനെ പ്രതിപക്ഷ നേതാവാക്കി വെച്ചത് ആരാണ്? ഇവൻ ഒരു കൊടി പിടിച്ചതുവരെ കണ്ടിട്ടില്ല. ഒരു ചാനലിൽ വന്നിരുന്ന് കോൺഗ്രസിന് അനുകൂലമായിട്ട് കോൺഗ്രസിനെ മറ്റുള്ളവർ വന്നിട്ട് തെറി പറയുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാക്ക് ഇവന്മാരാരും പറഞ്ഞു കേട്ടിട്ടില്ല. ഒന്നുമില്ല സാർ. ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ, ഒന്ന് ഷാഫി പറമ്പിൽ, ഒന്ന് ജിൻഡോ. ഞാൻ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ ഒരാളാണ് ജിൻഡോ ജോണ്. പിന്നെ അബിൻ വർക്കിയും കൂടെ ചേർന്നിട്ടാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് അബിൻ വർക്കിയും കൂടെ ചേർന്നിട്ടാണെന്ന് പറയുന്നു. ഇനി ഇൻ കേസ് അത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും അബിൻ വർക്കി, ജ്യോതികുമാർ ചാമക്കാല, രാജു പി നായർ ഇവരൊക്കെയാണ് ചാനലിൽ വന്നിരുന്ന് കോൺഗ്രസിന് വേണ്ടിയിട്ട് അവരാണ് വാദിക്കുന്നത്. ഈ പറഞ്ഞ യുവമാർ ആരെങ്കിലും ചാനലിൽ വന്നിരുന്ന് എന്തെങ്കിലും ഒന്ന് വാദിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പൊ ഈ പിള്ളേരില്ലെങ്കിൽ ഇപ്പൊ കോൺഗ്രസ് ഇല്ല എന്നുള്ള അവസ്ഥയാണ്. അതുപോലെ കോൺഗ്രസിന്റെ മൊത്തം, അതായത് അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ മുതൽ കോൺഗ്രസിന്റെ ചോറ് തിന്നും കുടിച്ചു ഉടുത്തും വളർന്ന ആന്റണിയുടെ മോനെ പോലുള്ളവന്മാരൊക്കെ അതെല്ലാം കഴിഞ്ഞിട്ട് അവന്മാർ അടുത്തടം തേടി പോവുകയും ചെയ്തു. പക്ഷേ ഈ പിള്ളേരൊക്കെ ഈ അടിയിടിയും കേസും വഴക്കുമായിട്ട് ഈ കോൺഗ്രസിൽ തന്നെ കിടക്കുന്നു. ഈ കളവന്മാരെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ഈ പിള്ളേരെയൊക്കെ ജയിപ്പിച്ചു വിട്ടാലും നമ്മുടെ കോൺഗ്രസിന് ജയിക്കുന്നത്, അതായത് അധികാരത്തിൽ വരാൻ പറ്റും. അടൂർ പ്രകാശ് എനിക്ക് തോന്നുന്നു നമ്മുടെ രാഹുലിനെ ഒരു സൈഡ് കയറാൻ സംസാരിക്കുന്നത് വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള നിലപാടാണ് എടുത്തേക്കുന്നത്. കാരണം അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പിള്ളേർ. ഇപ്പൊ തന്നെ സാറ് ആലോചിക്കുക, ഈ പാലക്കാട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി അവർ തള്ളി BJP-ക്കാരെ വാഗ്ദായിട്ടുണ്ട് ഭരണാധികാരം സ്വീകരിച്ചില്ലെങ്കിൽ അന്ന് രാഹുൽ നിയമം പറഞ്ഞ് അതുകൊണ്ട് അത് സ്വീകരിച്ചു. അപ്പൊ ഇവന്മാരിപ്പോ പറയുന്നത് ഞങ്ങളുടെ അനുമതി ഇല്ലാതെ ആള് കാണിക്കാൻ പോയെന്ന് പറയുന്നുണ്ട്. പക്ഷെ അന്ന് രാഹുൽ ഇല്ലെന്നുണ്ടെങ്കിൽ ആ കാര്യമായിട്ട് തള്ളപ്പെട്ടു പോയേനെ. ഇതൊക്കെ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഈ അവസ്ഥ. ഈ കോൺഗ്രസിനെ സ്ഥാനാർത്ഥികളെ എവിടെയെങ്കിലും നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കി എന്റെ അഭിപ്രായം അനുസരിച്ച് സാറേ ഈ പിള്ളേരെയൊക്കെ, അതായത് ഈ യുവജനതയൊക്കെ അവരെയൊക്കെ ജയിപ്പിച്ചിട്ട് ഈ കളവന്മാരെയൊക്കെ തോപ്പിക്കണം. ഇനി വരുന്ന നിയമസഭാ ഇലക്ഷനിലാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാമ്പയിൻ നടത്തണം സാർ. കാരണം സപ്പോർട്ടായിട്ട് ഞങ്ങളെ പോലുള്ളവരുണ്ട്. ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞങ്ങൾ IT ന്യൂസ് കാണുന്നത്, ഇങ്ങനെ അഭിപ്രായം പറയുന്നത്. കാരണം പക്ഷേ ഞാൻ ട്രൈ ചെയ്തിരുന്നു വിളിക്കാൻ, പക്ഷെ കിട്ടിയില്ല. ഇപ്പൊ ഏതായാലും വിളിച്ചതാണ്. ഇതുകൊണ്ടൊന്നും നിർത്തണ്ട. കാരണം എന്താ വെച്ചാൽ ഈ കോൺഗ്രസിൽ കുറെ അഴുക്കുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയെ നശിപ്പിച്ച് ശവപ്പെട്ടിയിലാക്കി അടിച്ച് കവറിൽ കൊണ്ട് വെച്ചിട്ട് യുവമാരൊക്കെ പോകത്തുള്ളൂ. കാരണം ഇവർക്ക് പോകാൻ ഇടങ്ങളുണ്ട്. ഇവർക്ക് പാർട്ടി പക്ഷേ സാറ് ചിന്തിക്കുന്നുള്ള BJP-യിലെ ഒരാൾ അല്ലെങ്കിൽ RSS-ലെ ഒരാൾ എന്ത് തെറ്റ് കാണിച്ചാലും അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കും. മാർക്സിസ്റ്റ് പാർട്ടിയിലും അതുപോലെ തന്നെയാണ്. എന്ത് തെറ്റ് കാണിച്ചാലും ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചിരിക്കുന്നതിന്റെ ഇരട്ടി കാര്യങ്ങളാണ് അവരെ കുറിച്ച് പുറത്തോട്ട് വരുന്നത്. പക്ഷെ അവരെ അവിടുത്തെ പെണ്ണുങ്ങൾ പോലും, അതായത് വനിതാംഗങ്ങൾ പോലും തള്ളി പറയുന്നില്ലെന്നുള്ളതാണ്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാര്യം വന്ന ഉടനെ തന്നെ ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, എന്തിന് ഇതെല്ലാം ഇവന്റെ എന്താ പറഞ്ഞ ചെരുപ്പിന്റെ വാറ് അഴിക്കാൻ നിൽക്കുന്ന എന്തെങ്കിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവനെ താങ്ങി നിന്നാൽ
വല്ല സീറ്റും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഇവന്റെ കുറെ സിൽബന്തികൾ. ആയിരിക്കും. അത് ശരിയാ, സാർ പറഞ്ഞാൽ ശരിയാ. അതുപോലെ തന്നെ വിധവ എന്നുള്ള ലേബലിൽ കയറിയത് ഉമാ തോമസ് എന്താ കോൺഗ്രസിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? എത്ര കൊടി പിടിച്ചിട്ടുണ്ട്? എത്ര അടി എന്താ? ഇവരൊക്കെയാണ് രാഹുലിന്റെ പേര് കേട്ടപ്പോഴത്തേനോ തള്ളി. വേറെ ഒരു പാർട്ടിയിലും ഇങ്ങനെയില്ല. എന്തൊക്കെ ചെയ്താലും മറ്റു രണ്ട് പാർട്ടിക്കാരും അവരുടെ ആൾക്കാരെ പരിപൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുക, അവർ തെറ്റുകാരാണെന്ന് അറിഞ്ഞിട്ടു. പക്ഷെ ഇത് ഈ ചെറുക്കന്റെ കാര്യം വന്നപ്പോൾ തന്നെ അങ്ങനെ ചെയ്യണം. രാഹുലിനെ തൂക്കിക്കൊല്ലാനാണ് ഇവരൊക്കെ നിൽക്കുന്നത്. രാഹുൽ ആ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ടുള്ള എന്ത് തെറ്റ് ചെയ്തെന്ന് എന്നെ പോലെ ചിന്തിക്കുന്ന അവന്മാർക്ക് മനസ്സിലാവുന്നില്ല. ഞാനിപ്പോൾ രാഹുലിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്നോട് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ രാഹുലിന്റെ അമ്മയാണെങ്കിൽ ഞാനിപ്പോൾ മാധ്യമ പ്രവർത്തകരെ കണ്ടേനെ. അതെല്ലാവരും കേട്ടില്ലേ? സ്ത്രീ സമൂഹത്തിന്റെ ഭാഗത്തുനിന്നും പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നും മറ്റു മേഖലകളിൽ നിന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. സത്യത്തിൽ ഇത് കണ്ട് പിണറായി വിജയനും സഖാക്കളും പോലീസൊക്കെ നെട്ടിയിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയുള്ളത്. കാരണം ഈ കേസ് അവർക്ക് അവിടെ കൊണ്ടുപോയി എത്തിക്കാൻ കഴിയില്ല. ഈ കേസ് എവിടെയും കൊണ്ട് എത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയ്ക്ക് ഈ കേസ് മാറും. ഇതും കൂടി 2026 തെരഞ്ഞെടുപ്പിന് CPM-ന് തിരിച്ചടിയാകും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ഇവിടെ ഇങ്ങനെ പരിശോധിച്ചു കൊടുക്കുക. എന്താണ് തകരാറ്? ഭരണം പോകാൻ എന്താ തകരാറ്? എന്താ പഞ്ചായത്ത് ഇലക്ഷനിൽ തോൽക്കാനുള്ള കാരണങ്ങൾ? ഇനിയിപ്പോൾ വീട് വിടാൻ ഇന്ന് മുതൽ കയറി തുടങ്ങിയത്. ഓരോ വീട്ടിൽ കയറിയുടെ അഭിപ്രായങ്ങൾ ചോദിക്കുകയാണ്. ഇതേ അഭിപ്രായങ്ങൾ തന്നെ ഇപ്പം ഇതിൽ കേട്ട അഭിപ്രായങ്ങൾ നേതാക്കന്മാരുടെ മുന്നിൽ പല സ്ത്രീകളും വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ഇതുവരെ തിരുത്തൂല. ഇതിങ്ങനെ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ CPM എന്ന് പറഞ്ഞ പാർട്ടി 10 പൈസക്ക് ഇല്ലാതാവും സംസ്ഥാനത്ത്. കാരണം ഒരാളുടെ പേര് കേസെടുക്കുക, അറസ്റ്റ് ചെയ്യുക, ജയിലിലാക്കുക ഒക്കെ വേണം. അത് കാരണങ്ങൾ വേണം. അത് ഒരാളോടുള്ള ഈ അധികാരങ്ങൾ ഒരാളോടുള്ള പക തീർക്കാൻ ഉപയോഗിക്കരുത്. അധികാര കേന്ദ്രങ്ങൾ ഒരാളോട് പക തീർക്കാനോ ഒരാളെ ഒതുക്കാനോ നാളെ അധികാരത്തിൽ വരാനോ ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇപ്പൊ CPM കൈയാടിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പൊ സമൂഹത്തിൽ ശബ്ദം ഉയർന്നിരിക്കുന്നത് എന്ന് CPM തിരിച്ചറിയുക.